ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് പുഡിംഗ് ആണ്. വളരെ എളുപ്പമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാലും ഞാൻ ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. പുഡിംഗ് തയ്യാറാക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഏതിലാണോ ഈ പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ ടിന്നിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ പുഡിംഗ് പെട്ടെന്ന് ഇതിൽ നിന്നും വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ ഇത് ചെയ്ത് മാറ്റി വെച്ചിട്ട് വേണം പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഒരു സോസ് പാൻ എടുക്കുക. ഇതിലേക്ക് 3 കപ്പ് പാൽ ഞാൻ അളന്നെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 3 കപ്പ് പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നമുക്ക് മിൽക്ക് പൗഡർ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അതായത് മിൽക്ക് പൗഡർ അല്ല, കോക്കനട്ട് മിൽക്ക് പൗഡർ. അത് ചേർക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടെന്നും പറഞ്ഞിരുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ എടുത്തപ്പോഴാണ് തീർന്ന വിവരം അറിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ, അതായത് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്തൊന്ന് പുഡിംഗ് തയ്യാറാക്കുക. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. മിൽക്ക് പൗഡർ ആണെങ്കിൽ 1/2 കപ്പ് തന്നെ അളന്നെടുത്ത് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാനൊരു പീസ് വൈറ്റ് ചോക്ലേറ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 20 ഗ്രാം ഉണ്ട് കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. മിൽക്ക് പൗഡർ ചേർക്കുകയാണെങ്കിൽ ചേർക്കണമെന്നും ഇല്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ഇട്ടു. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും ഒഴിച്ചിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറിന്. ഇനി ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളിത് നേരെ അടുപ്പിൽ വെക്കാൻ പാടുള്ളൂ. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ചെയ്യേണ്ടത് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് നമുക്കൊന്ന് കുതിർത്ത് വെക്കണം. ഞാൻ 10 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അല്ലെങ്കിൽ ഓൺലൈൻ വഴിയും ഈസി ആയിട്ട് കിട്ടും. സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ചൈന ഗ്രാസ്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചൈന ഗ്രാസ് പ്ലാസ്റ്റിക് വല്ലതും ആണോ എന്ന്. അല്ല കേട്ടോ, കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ. ഇത് സസ്യത്തിൽ നിന്നും എടുക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ചൈന ഗ്രാസ്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഐറ്റം ആട്ടോ ഈ ചൈന ഗ്രാസ്. ഇതിപ്പോൾ 5 മിനിറ്റ് ആയപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുതിർന്നിട്ട് വേണം നമുക്ക് അടുപ്പിലോട്ട് നേരത്തെ മിക്സ് ചെയ്ത പാലിൻ്റെ ആ ഒരു മിശ്രിതം വെക്കാൻ. പിന്നെ ഞാൻ ജെലാറ്റിൻ യൂസ് ചെയ്യാറില്ല, കാരണം അത് മൃഗത്തിൻ്റെ ഉള്ളിൽ നിന്നും എടുക്കുന്ന എന്തോ ഒരു ഐറ്റമാണ്. അതുകൊണ്ട് ഞാൻ ജെലാറ്റിൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇതുപോലെ വെജായിട്ടുള്ള നമ്മുടെ ചൈന ഗ്രാസ് തന്നെയാണ് എടുക്കുന്നത്. ഇനി അടുത്തത്, ഇത് ചൂടാക്കുന്ന സമയത്ത് തന്നെ അടുത്ത അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കണം. ഇടയ്ക്കിടയ്ക്ക് പാലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തീയൊന്ന് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയം തന്നെ ചൈന ഗ്രാസും നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ചൈന ഗ്രാസ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഉരുക്കിയെടുക്കുക. അപ്പോൾ പാലിൻ്റെ തീ ഞാനൊന്ന് കുറച്ച് വെച്ചിരിക്കുക കേട്ടോ, കാരണം ഇത് തിളച്ച് പോകാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വരത്തില്ല, പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഉരുക്കി വെച്ച ചൈന ഗ്രാസ് പാലിലൊഴിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ ചൂടുള്ള ഈ മിശ്രിതത്തെ ഞാൻ നേരെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കും. ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിക്കുക കേട്ടോ, ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ കുറച്ച് വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചൂടാറുന്ന സമയത്ത് ഇത് സെറ്റ് ആവുള്ളൂ. സെറ്റ് ആയാൽ മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. കംപ്ലീറ്റ് ചൂടാറുമ്പോൾ ഇത് തനിയെ അങ്ങ് സെറ്റ് ആവും. എന്നിട്ട് വേണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ, അല്ലെങ്കിൽ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഫ്രിഡ്ജിൽ നേരെ വെച്ചാൽ നന്നായിട്ട് സെറ്റ് ആവില്ല. അതുകൊണ്ടാണ് തണുപ്പ് മാറി സെറ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയപ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായി. ഇനി നമുക്കിത് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ ഫ്രീസറിൽ തന്നെ വെക്കാം കേട്ടോ. ഒരു 15-20 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് തണുത്ത് കിട്ടും. പിന്നെ ഞാൻ ഇതുപോലെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ടാണ് ഇത് പുറത്തെടുക്കുന്നത്. അപ്പോഴാണ് ഇത് നന്നായിട്ട് വിട്ട് കിട്ടുക. ഇങ്ങനെ അങ്ങ് ആക്കി കൊടുത്താൽ മതി, ഇതങ്ങ് വിട്ട് വന്നോളും. ഇനി നമുക്കിത് നേരെ ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ തനിയെ അങ്ങ് വീഴൂട്ടോ, പേടിക്കേണ്ട, വീഴത്തില്ലേ എന്നൊന്നും ഡൗട്ട് വേണ്ട. ഇത് നന്നായിട്ട് തന്നെ ഈ ടിന്നിൽ നിന്നും നമുക്ക് പുറത്തെടുക്കാൻ പറ്റും.
അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം ഐസിങ് ഷുഗർ ചേർക്കാതെ ബീറ്റ് ചെയ്ത് കുറേ നേരം വച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ഒരു തിക്കായി വന്നിട്ടില്ല. എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഐസിങ് ഷുഗർ തന്നെ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഐസിങ് ഷുഗർ ആണെന്ന് ഒന്ന് ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് ഇരിക്കുക. ഇനി ഈ സൈഡിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തെടുത്ത വൈറ്റ് ചോക്ലേറ്റ് കൂടി ഇട്ട് കൊടുക്കാം. വൈറ്റ് ഫോറസ്റ്റ് പുഡിംഗ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് കൂടി ആഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറി കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പി വീഡിയോ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. പിന്നെ നോട്ടിഫിക്കേഷൻ വരാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സുമീസ് എന്ന് സെർച്ച് ചെയ്ത് 2-3 വീഡിയോസ് ഇപ്പം തന്നെ ഒന്ന് കണ്ടാൽ നാളെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. എന്തായാലും നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.